തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ ഫാർമസി അടിച്ചു തകർത്ത് നാലംഗ സംഘം ലഹരി സാന്നിധ്യമുള്ള മരുന്ന് നൽകാത്തതിലുള്ള പ്രകോപനമെന്ന സൂചന. ബൈക്കിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും അടിച്ചു തകർത്ത ശേഷം കടന്നുകളഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവരുമായി ശ്രീനന്ദ സ്പീച്ചിരിക്കുകയാണ്. ശ്രീനന്ദ, ഈ മരുന്ന് നൽകാത്തതിന്റെ വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രമത്തിലേക്ക് കലായിച്ചത്. ഇവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്തുള്ള അപ്പോളോ മെഡിക്കൽ സ്റ്റോറിലാണ് ബൈക്കിലെത്തിയ സംഘം, 3 അംഗ സംഘം ആക്രമണം നടത്തിയത്. മരുന്ന് ചോദിച്ചല്ല, അല്ലാതെ ഇവർ തമ്മിൽ എന്തോ പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ 2 പേർ വന്ന് ഇയാളോട് മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായ അനസിനെ സമീപിക്കുകയും ഇയാളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇയാളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും പുറത്തിറങ്ങാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മൂന്നാമതൊരാൾ മാസ്ക് ധരിച്ചെത്തി ഇയാളുടെ ഷോപ്പിന് മുന്നിലുണ്ടായിരുന്ന ബൈക്കും മറ്റും അടിച്ചു തകർത്തത്. ശേഷം മെഡിക്കൽ ഷോപ്പിന്റെ ഗ്ലാസുകൾ, ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഇയാളെ പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇയാൾ ഇറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ഗ്ലാസ് എല്ലാം എറിഞ്ഞ് തകർക്കുകയും കല്ലുകൊണ്ട് എറിയുകയും ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളോട് സമീപവാസികൾ വണ്ടി നിർത്തി കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ അവരെ ഭയപ്പെടുത്തി പറഞ്ഞയക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ശേഷം ഇവർ സമീപവാസികൾ ഓടിക്കൂടിയതിനെ തുടർന്ന് ഇവർ അവിടെ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. ദൃശ്യങ്ങളുടെ ഇവരുടെ മുഖങ്ങൾ വ്യക്തമാണ്. എന്നാൽ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കണ്ടാൽ അറിയാവുന്ന ഇവരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. KP ശ്രീനന്ദിയാണ് വിശദാംശങ്ങൾ നൽകിയത്.